ഹായ് ഹലോ നമസ്കാരം, എല്ലാവർക്കും നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ നല്ല നാടൻ ഉച്ചയൂണുമായിട്ടാണ് വന്നിരിക്കുന്നത്. നാടൻ എന്ന് പറയുമ്പോൾ തനി നാടൻ, നല്ല എന്താ പറയുക, നല്ല ഒരു മാജിക്കൽ കൂട്ടെന്നൊക്കെ പറയാം. പക്ഷെ വലിയ പോഷായിട്ടുള്ള കറികളൊന്നുമല്ല. എന്നാലും നമ്മൾ മലയാളികൾക്ക് ഏറ്റവും ഇഷ്ടപ്പെടുന്ന രീതിയിലുള്ള ഒരു ഊണുമായിട്ടാണ് ഇന്ന് വന്നിരിക്കുന്നത്. അപ്പോൾ ഇങ്ങനെയുള്ള ഊണുകളൊക്കെ തയ്യാറാക്കാനായിട്ട് നമുക്കധികം നേരമൊന്നും വേണ്ട കേട്ടോ, പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാം. നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഉച്ചയൂണ് തന്നെയായിരിക്കും. പിന്നെ നമുക്ക് ഡിന്നറൊക്കെ വളരെ ലഘുവായിട്ട് കഴിച്ച് നമുക്ക് അവസാനിപ്പിക്കുന്നതായിരിക്കാം ആ ദിവസം എന്ന് പറയുന്നത്. വളരെ ലഘുവായിട്ട് വളരെ ടേസ്റ്റി ആയിട്ട് നമുക്ക് എങ്ങനെയാണ് നല്ല ഒരു നാടൻ ഉച്ചയൂണ് തയ്യാറാക്കുന്നത് എന്ന് നോക്കാം. അപ്പം നമ്മുടെ ചാനലിലേക്ക് ആദ്യമായിട്ട് ആരെങ്കിലും വന്നിട്ടുണ്ടെങ്കിൽ, സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ കൂടിക്കോ. അതുപോലെ തന്നെ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമാകുന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ എഴുതി അറിയിക്കുക. അത്രയൊക്കെ ചെയ്ത് തന്നാൽ മതി കേട്ടോ. അപ്പോൾ നമുക്ക് എന്നും കൂട്ടുകാരായിരിക്കാം. നമുക്ക് എന്താ പറയുക, നമ്മുടെ വീഡിയോയിലേക്ക് തന്നെ പെട്ടെന്ന് പോകാം. വളരെ ലഘുവായിട്ട് നാടൻ ഉച്ചയൂണ് തയ്യാറാക്കാനായിട്ട് ഞാൻ ആദ്യം നമ്മുടെ കറി ആക്കാനായിട്ട് എടുത്ത് വച്ചിരിക്കുകയാണ്. കുമ്പളങ്ങ കൊണ്ടുള്ള ഒരു മോര് കറിയാണ് വയ്ക്കുന്നത് കേട്ടോ. കുമ്പളങ്ങ ചെറുതായിട്ട് മുറിച്ച് അതിൽ ഉപ്പും മഞ്ഞൾപ്പൊടിയും പച്ചമുളകും ആവശ്യത്തിനിട്ടിട്ട് ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് നല്ലപോലെ വേവിച്ചെടുക്കുക. പറ്റുന്ന പോലെ കഷ്ണങ്ങളൊന്ന് ഉടച്ചെടുക്കുക. അതിനുശേഷം നല്ലപോലെ ഒന്ന് തുറന്നു വെച്ച് വറ്റിച്ചാൽ വെള്ളം പെട്ടെന്ന് വറ്റിക്കിട്ടും കേട്ടോ. നമ്മുടെ ഒരു അരമുറി കുമ്പളങ്ങയാണ് എടുത്തിരിക്കുന്നത്. അതിലേക്ക് തേങ്ങ, ജീരകം, ചെറിയ ഉള്ളി, പച്ചമുളക്, കറിവേപ്പില, ഒരു കുറച്ച് മഞ്ഞൾപ്പൊടി ഇത്രയും ചേർത്ത് അരച്ചെടുത്ത അരപ്പ് ആവശ്യത്തിന് വെള്ളവും ചേർത്ത് ചെറിയ തീയിലൊന്ന് വേവിച്ചെടുത്തു. നല്ലപോലെ തിളപ്പിച്ചെടുത്തു. എന്നിട്ട് അതിന് ശേഷം പുളിയുള്ള തൈരാണെങ്കിൽ ഒരു കയ്യിലൊക്കെ ധാരാളമായിരിക്കും. പുളിയില്ലാത്തതായതുകൊണ്ട് ഒരു 3 കയ്യിൽ തൈര് ഞാൻ എടുത്തിട്ട് ചെറിയതായിട്ട് ഒരു പൾസ് ഒന്ന് അടിച്ച് എടുത്തിട്ടുണ്ട്. കട്ടയൊന്നും ഇല്ലാതിരിക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ നമ്മൾ ചെറിയ ഫ്ലെയിമിലിട്ടിട്ട് ഒന്ന് തൈര് ചേർത്ത് നല്ലപോലെ ഒന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം ഗ്യാസ് സ്റ്റൗ ഓഫ് ചെയ്ത് വയ്ക്കുക. അതിനുശേഷം നമുക്ക് താളിപ്പിടാനായിട്ട് വെളിച്ചെണ്ണയിൽ കടുക്, ഉലുവ, ചെറിയ ഉള്ളി, ക്രഷ്ഡ് ചില്ലി, അതുപോലെ കറിവേപ്പില ഇത്രയും ചേർത്തിട്ട് നല്ല അടിപൊളിയായിട്ട് വറവിട്ടിട്ട് നമുക്ക് ചൂടോടുകൂടി തന്നെ നമ്മുടെ മോര് കറിയിലേക്ക് അങ്ങ് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഒരു 2-3 മിനിറ്റ് അടച്ചു വെച്ചതിന് ശേഷം നമുക്ക് തുറന്നിട്ട് ഇളക്കിയെടുത്ത് നല്ല ചൂടോടുകൂടി തന്നെ നമ്മൾ യൂസ് ചെയ്യണം. നല്ല അടിപൊളി കറിയായിരിക്കും കേട്ടോ. പിന്നെ ഇതിന് ഏറ്റവും മെയിൻ കോമ്പിനേഷൻ എന്ന് പറയുന്നത് എന്തായാലും വല്ല ഉണക്കമീനോ പച്ചമീനോ എന്തായാലും കുഴപ്പമില്ല, വറുത്ത ഒരു മീൻ ഉണ്ടാവണം കേട്ടോ. അപ്പോൾ ആ സമയത്തുണ്ട് നമ്മുടെ ചോറൊക്കെ വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്കൊരു മെഴുക്ക് പുരട്ടിയും കൂടി ഇതിൻ്റെ കൂടെ ഉണ്ടാക്കാം. അതിന് വേണ്ടിയിട്ട് മാർക്കറ്റിൽ പോയപ്പോൾ നല്ല വെള്ള വഴുതനങ്ങ കേട്ടോ. ഞാനങ്ങനെ കണ്ടിട്ടും കൂടിയില്ല ഈ ഒരു സംഭവം. അപ്പോൾ ഇതങ്ങ് മെഴുക്ക് പുരട്ടി വെക്കാമെന്ന് വിചാരിച്ചു. നല്ല ചെറിയ കഷ്ണങ്ങളായിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഇതിലേക്ക് വലിയ മസാലകളൊന്നുമില്ല. ആവശ്യത്തിന് ഉപ്പ്, കുറച്ച് മഞ്ഞൾപ്പൊടി, ഒരു 1/4 ടീസ്പൂൺ മതി. പിന്നെ 1 ടീസ്പൂണോളം മുളക് പൊടി, നമ്മുടെ നല്ല എരിവുള്ള മുളക് പൊടിയാണ് കേട്ടോ ഇരിക്കുന്നത്. അപ്പം നിങ്ങൾ പാകത്തിനനുസരിച്ച് ചേർക്കുക. അതുകൂടി ഇട്ടിട്ട് നല്ലപോലെ ഒന്ന് ഇളക്കിയെടുക്കുക. ആവശ്യമെങ്കിൽ കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് നമ്മളെന്താ പറയുക, വെളിച്ചെണ്ണയിൽ ഇതങ്ങ് വഴറ്റി എടുക്കുക. ഇങ്ങനെയാണ് നമ്മൾ മെഴുക്ക് പുരട്ടി ഉണ്ടാക്കുന്നത്. അപ്പോൾ ആദ്യമേ നന്നായിട്ടൊന്ന് മാരിനേറ്റ് ചെയ്തിട്ട് ഒരു അരമണിക്കൂറൊക്കെ അടച്ച് വെക്കുക കേട്ടോ. അപ്പോൾ നല്ല ടേസ്റ്റായിരിക്കും അങ്ങനെ ഉണ്ടാക്കുമ്പോൾ. അതിന് ശേഷം ഇതുപോലെ ഒരു പാത്രത്തിൽ എണ്ണ ഓൾറെഡി ഞാൻ ഒഴിച്ചിട്ടുണ്ട്. വെളിച്ചെണ്ണയാണ് എടുത്തിരിക്കുന്നത്. അതിലേക്ക് ആ പാത്രം കഴുകി ഒരു 2-3 ടേബിൾ സ്പൂണോളം വെള്ളം ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. പിന്നെ 2-3 കറിവേപ്പിലയും കൂടി അതിൻ്റെ കൂടെ ഇട്ട് കൊടുത്തിട്ട് അടച്ച് വെച്ചിട്ട് ആ വെള്ളം അങ്ങ് വറ്റിച്ചെടുക്കുക. അപ്പോൾ ആ സമയം കൊണ്ട് നമുക്ക് നല്ല കുഞ്ഞൻ മത്തി അങ്ങ് വറുത്തെടുക്കാം. ഇത് നമ്മൾ ഓൾറെഡി മാറിനേറ്റ് ചെയ്ത് വെച്ചിരുന്നതാണ് കേട്ടോ. അത് അതിൻ്റെ ഫ്രിഡ്ജിൽ എപ്പോഴും ഉണ്ടാവും, പെട്ടെന്ന് ആരെങ്കിലും വന്നാൽ ഉണ്ടാക്കാനായിട്ട്. ഉപ്പ്, മുളക്, കുരുമുളക് പൊടി, അതുപോലെ ഒരു ഇച്ചിരി മഞ്ഞൾപ്പൊടി കൂടി ചേർത്തിട്ട് ജിഞ്ചർ ഗാർലിക് പേസ്റ്റും കൂടി ഇട്ട് നന്നായിട്ട് ഇളക്കി അങ്ങ് വയ്ക്കുന്നതാണ്. അപ്പോൾ ആവശ്യത്തിനെടുക്കുക, വറക്കുക, അത്രയേ ഉള്ളൂ. പിന്നെ ഇങ്ങനെ വറക്കുമ്പോൾ അതിൻ്റെ മുകളിലേക്ക് കുറച്ച് കറിവേപ്പില കൂടി ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ അത് തിരിച്ചിടുമ്പോൾ നല്ല ഒരു ഫ്ലേവറാണ് കേട്ടോ. നല്ലൊരു മണവുമാണ്, നല്ല ടേസ്റ്റുമാണ്.
അപ്പം നന്നായിട്ട് ഒരു സൈഡ് റെഡിയായിട്ട് വന്നിരിക്കുന്ന മത്തിക്കുഞ്ഞുങ്ങളെ നമുക്ക് തിരിച്ച് നേരെ മറിച്ചിട്ട് കഴിഞ്ഞാൽ ഇതുപോലെ തന്നെ ചെറിയ ഫ്ലെയിമിൽ അതും അങ്ങ് മൊരിച്ചെടുക്കുകയാണ് വേണ്ടത്. നല്ല അടിപൊളി കോംബോയാണ് നമ്മുടെ കുമ്പളങ്ങ മോരുകറിയുടെ. മത്തി തന്നെ വേണമെന്നില്ല, ഏത് ഫിഷായാലും കുഴപ്പമില്ല, വറുത്ത് ഒരു വറവുണ്ടാകണം. ആ ഒരു എരിവോട് കൂടി കഴിക്കുമ്പോൾ നല്ലൊരു ടേസ്റ്റായിരിക്കും കേട്ടോ. അങ്ങനെ നമ്മൾ മത്തി ഞാനൊരു 2 ബാച്ചായിട്ട് ഒരു സൺഡേ ആണ് കേട്ടോ ഇത് ചെയ്യുന്നത്. അപ്പം കുറച്ചധികം ഉണ്ടായിരുന്നു, നല്ല ലാവിഷായിട്ട് കഴിക്കുന്ന ദിവസമല്ലേ. അപ്പം അങ്ങനെ മത്തിയും നമ്മൾ വറുത്തെടുത്തിട്ടുണ്ട്. എനിക്കൊരു 2 ബാച്ച് ഉള്ളതുണ്ടായിരുന്നു. ചെറിയൊരു പാനിലിട്ടിട്ടാണ് ചെയ്യണത് കേട്ടോ. അപ്പം സൂം ചെയ്തെടുക്കുന്നതുകൊണ്ടാണ് എണ്ണയൊക്കെ കൂടുതലുള്ളതായിട്ട് തോന്നുന്നത്. അധികം എണ്ണയൊന്നും നമ്മൾ ചേർത്തിട്ടില്ല. അപ്പോൾ അടുത്ത ബാച്ചായിട്ട് ഇട്ടിട്ട് നമുക്ക് അടുത്ത മത്തിക്കുഞ്ഞുങ്ങളെയും കൂടി വറുത്തെടുത്താൽ മതി. അപ്പോൾ ഒരു സൈഡ് നല്ല ഒരു കോംബോ തന്നെ നമ്മൾ റെഡിയാക്കി കഴിഞ്ഞു. മോരുകറി റെഡിയായി, മീൻ വറുത്തത് റെഡിയായിട്ടുണ്ട്. ഇനിയിപ്പം നമ്മുടെ വഴുതനങ്ങ എന്താ പറയുക, വെള്ളം വറ്റിച്ചെടുത്ത് കഴിയുമ്പം ഇങ്ങനെ എണ്ണ തെളിഞ്ഞ് വരും. അപ്പോൾ ചെറുതായിട്ടൊന്ന് മറിച്ചിട്ടൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ നല്ല നമുക്കത് മൊരിഞ്ഞ് കിട്ടും. അപ്പോൾ ഇതിൽ കളറില്ലാതിരിക്കണം എന്താണെന്നറിയോ, നമ്മൾ കാശ്മീരി ചില്ലി യൂസ് ചെയ്തിട്ടില്ല, നോർമൽ ചില്ലി തന്നെയാണ് ഇട്ട് കൊടുത്തിരിക്കുന്നത്. കളറിന് വേണമെങ്കിൽ കുറച്ച് കാശ്മീരി ചില്ലി കൂടി ഇട്ട് കൊടുക്കാമായിരുന്നു കേട്ടോ. അപ്പോൾ കളർ നമുക്ക് കിട്ടിയില്ലെങ്കിലും ടേസ്റ്റും എരിവും അത്യാവശ്യം ഉണ്ടായിരുന്നു. ഞാൻ പറഞ്ഞില്ലേ, നല്ല എരിവുള്ള മുളക് പൊടിയായിരുന്നു. അപ്പം നമ്മുടെ മെഴുക്ക് പുരട്ടിയും ഇതുപോലെ റെഡി ആയിട്ടുണ്ട്. അതും ഒത്തിരി എണ്ണ യൂസ് ചെയ്തുകൊണ്ടല്ല, നമ്മൾ അങ്ങനെ വറുത്തെടുക്കുമ്പോൾ എണ്ണ തെളിഞ്ഞ് വരുന്നതാണ്. അപ്പം മെഴുക്ക് പുരട്ടി ഇതിൽ നിന്ന് മാറ്റിയിട്ട് ആ എണ്ണയിൽ തന്നെ ഞാൻ കുറച്ച് പപ്പടം കീറി റെഡിയാക്കി എടുത്തിട്ടുണ്ടായിരുന്നു. ഇതിൽ കുറച്ച് കറിവേപ്പിലയും ചില്ലി ഫ്ലേക്സും ഒക്കെ ഇട്ടിട്ട് ഉള്ളിയൊക്കെ ചതച്ചെടുക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ല ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ പിന്നെ ഞാൻ അതിനൊന്നും നിന്നില്ല, ഏകദേശം ഉണ്ണാൻ സമയമായിട്ടുണ്ട്. അപ്പോൾ എന്താ പറയുക, പെട്ടെന്നായിരുന്നു പിന്നീടുള്ള പണികളെല്ലാം. അങ്ങനെ കുറച്ച് പപ്പടവും കൂടി അതിലിട്ടിട്ട് പടപടേന്ന് വറുത്തെടുത്തു. പിന്നെന്താ, ഓൾറെഡി വറ്റൽമുളക് കുറച്ച് വറുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ നമുക്ക് നല്ല കിടിലൻ അച്ചാറും ഉണ്ട്, എന്താ പറയുക, കണ്ണിമാങ്ങ, അത് മേടിച്ചാണ് കേട്ടോ. നല്ല ടേസ്റ്റാണേ. അപ്പോൾ ഇത്രയും കറികൾ കൂട്ടിയുള്ള ഒരു നല്ല അടിപൊളി ഊണാണ്. അപ്പോൾ ഇന്നത്തെ ലഞ്ച് നിങ്ങൾക്ക് ഇഷ്ടമായോ എന്ന് പറയണം കേട്ടോ. നല്ല നാടൻ കുത്തരി ചോറ്, എന്താ പറയുക, എന്നാരിയാണ്, പാലക്കാടൻ മട്ട, അതാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. അതിലേക്ക് 2 മത്തി വറുത്തതും നമ്മുടെ മെഴുക്ക് പുരട്ടിയും ഒക്കെ വിളമ്പി കൊടുത്തിട്ടുണ്ട്. പിന്നെ കുറച്ച് നമ്മൾ മുറിച്ച് വറുത്തെടുത്ത പപ്പടം, അത് ആ മുളകൊക്കെ വന്നുകൊണ്ട് അതിനും നല്ലൊരു ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. പിന്നെ നമ്മുടെ കണ്ണിമാങ്ങ അച്ചാർ, ഒരു മുളക് വറുത്തത്, നമ്മുടെ മെയിൻ ആയ കുമ്പളങ്ങ മോര് കാച്ചിയത്, ഇത്രയും കൂടി ചേർത്ത് ഒരു പിടി പിടിക്കണം. ചുറ്റുമുള്ളതൊന്നും കാണില്ല. നിങ്ങളിങ്ങനെയൊക്കെ ഒന്ന് നാടൻ വിഭവങ്ങൾ വെച്ചിട്ട് ഒന്ന് ലഞ്ച് കഴിച്ച് നോക്കുക. നമുക്ക് പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അതുവരേക്കും ടാറ്റാ, ടേക്ക് കെയർ, ബൈ.